ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി. ഫസ്റ്റ് പാർട്ടി. എടാ നീ എവിടെയായിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി ശരി. അപ്പോഴേ താഴത്തെ അമ്പലത്തിൽ 8:30 മണിക്ക് നാടകവാ. പച്ചണി വേഗം. താങ്ക് യു. വണ്ടി വിടാ. നേരം പോയി. ഞാനാണോടാ പൈലി നീ പറയുന്നത്? അതേ മുതലാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലേ അതിന്റെ പിന്നിൽ. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ഇനി അതേ മാർഗമുള്ളൂ. ഒരര മണിക്കൂറിന് അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ? അതെ, കുറച്ച് കാശ് എന്നാ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ലേ നല്ലത്. അതെ, ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താണെന്ന് കേട്ടില്ലേ? അവന്റെ വായിൽ തന്നെ വരട്ടെ. ഇതൊക്കെ ഒരു മോശം. തൂമ്പെടുക്കട. എവിടെയാടാ? അറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ കുഴിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഒന്ന് മാന്തിക്കടാ. മാന്തടാ. എന്താടാ ഇത്? നടക്ക. നിങ്ങളൊക്കെ എവിടെ നടക്കടാ.
നടക്കടാ. എന്നാ എന്നാ എന്നാണെന്ന്? നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം. എന്തിന്? നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചെടുത്ത് നല്ല ഒന്നാം തരം തേക്കും തടി. ഓഹോ, നമ്മളാരാ മനസ്സിലായില്ലോ. വേഷം കണ്ട അറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരുടെ അടുത്ത് വന്നതാ. ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം. ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കലപിടിപ്പിക്കരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും. ഇല്ലേ? പോലീസ് ഞാൻ പഠിപ്പിച്ചതാ. പോലീസിൽ ചേരണല്ലേ? പോലീസിൽ ചേരണ്ട. പുതിയ HCA ചീരം കണ്ടെത്തി ഇട്ടിച്ചും പിടിച്ച് അടിക്കുന്നു സർ. എന്താ പ്രശ്നം? കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ ഇയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു. ഇക്ബാൽ, ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെയാ? ഒരു ഇഷ്യൂ ആയ സ്ഥിതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി. അത് മതി. എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കില്ല. അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാനെ നിനക്കിന്ന് കൊണ്ടുപോകണോ? അല്ലെങ്കിൽ 2 ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്. വേണ്ട സാർ, ഇത് മതി. ഇവിടെ വാ. തനിക്കെന്റെ ബാപ്പാടെ പ്രായമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായത് തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നസ്രാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ, തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് ഈ നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടുപോടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിലേക്ക് പോ. അപ്പച്ചനെ പോലീസ് കൊണ്ടുപോയി അറിഞ്ഞപ്പോ ഞാനിവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടെന്നറിയോ? 2 ചാമ്പിട്ടെന്ന് SI ഇക്ബാല് ചോദിച്ചതാ. ആന്ന് പറയാൻ ആദ്യം തോന്നിയത്. അങ്ങേരുടെ കയ്യിലിരിപ്പിന് 2 കിട്ടണ്ടെന്ന്. അങ്ങനെ പറയരുത് കേട്ടോ. എത്രയായാലും എന്റെ അപ്പച്ചനല്ലേ. എന്ത് ചീത്തത്തരം കാണിച്ചാലും അത് അങ്ങനെ അല്ലാതാവോ? കേസിന്റെ കാര്യം ഓർത്ത് തലമുണ്ടാക്കണ്ട. നാളെ ഇക്ബാല് തരുന്ന 1-2 പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. പ്രശ്നം തീരും. എല്ലാ പൈലയുടെ തലയിലേക്ക് മാറിക്കോളും. അതേ മാർഗമുള്ളൂ. ആരെങ്കിലും ഒരാൾ അകത്ത് പോണം. കുറെ ഉപ്പും ചോറും തിന്നല്ലേ. നന്ദി കാണിക്കാൻ ഇത് അവനൊരു അവസരമായി കൂട്ടിയാൽ മതി. അലിസേ, എടി അലിസേ, എന്നതാ? എടി ആ ജീപ്പിന്റെ കോലം കണ്ടില്ലേ? അതൊന്ന് കഴുകിയിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പച്ചന് രാവിലെ സ്റ്റേഷനിൽ പോകാനുള്ള ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറേണ്ടി വരും. നീയൊക്കെ 3 നേരം ഞണ്ണിക്കൊണ്ട് ഇവിടെ കിടന്നോ. വല്ലപ്പോഴും ഇത്തിരി ജോലി ഒന്ന് വിചാരിച്ചേ ഉരുകി ഒലിക്കത്തൊന്നുമില്ല. അയ്യോ, ഞാൻ കഴിയിടായിരുന്നല്ലോ. വേണ്ട, എനിക്ക് വണ്ടിയൊക്കെ കഴിയാൻ അറിയാം. ഞാൻ അങ്ങനെയൊക്കെയാ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. അപ്പച്ചൻ റെഡിയായി നമുക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുതേ. അല്ല, അപ്പച്ചൻ ഭയങ്കര മറവിക്കാരൻ, അതുകൊണ്ടാ.